SCERT 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം? എവിടെ മുതലാണ്? 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയാണ്. നോട്ട് ചെയ്യുക, 1919 മുതൽ 1947 വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നെക്സ്റ്റ്, റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. 1919 ഏപ്രിൽ 6. നെക്സ്റ്റ്, വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം 1921 നവംബർ 10. വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ്, ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരിയോട് അഭ്യർത്ഥിച്ചത് ആരാണ്? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരിയോട് അഭ്യർത്ഥിച്ചത് ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ് ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരിയോട് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ, നോട്ട് ചെയ്യുക, അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ തേടുന്നു. ഇത് ആരുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ്. ഇത് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. എന്താണ്? ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ തേടുന്നു. ഇത് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ നടന്നത് എവിടെയാണ്? ആലപ്പുഴ കളവൻകോടത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ നടന്നത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു കളവൻകോടത്ത് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ നടന്നത് ആലപ്പുഴയിലെ കളവൻകോടത്താണ്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു കളവൻകോട് പ്രതിഷ്ഠിച്ചത്. നെക്സ്റ്റ്, അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ച വർഷം. അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ചത് 1904. നെക്സ്റ്റ്, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893.
നെക്സ്റ്റ് ഒരു കോട്ടിങ്സ് ആണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ആരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നോട്ട് ചെയ്യുക. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ്, മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. നെക്സ്റ്റ്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ്, ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് ആരാണ്? റാഫേൽ. ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേൽ ആണ്. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്ന ജയിൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്ന ജയിൽ ഏതാണ്? ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ്. ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്നത്. നെക്സ്റ്റ്, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. നെക്സ്റ്റ്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധമാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധം. നെക്സ്റ്റ്, ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ബക്സാർ യുദ്ധം. നെക്സ്റ്റ്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. നെക്സ്റ്റ്, ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോഡകൾ. നെക്സ്റ്റ്, സാന്താൾ കലാപത്തെ ഗോത്രകലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസിയുടെ രചയിതാവ് ആരാണ്? റാണജിത്ത് ഗുഹ. സാന്താൾ ഗോത്രകലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസിയുടെ രചയിതാവാണ് റാണജിത്ത് ഗുഹ. നെക്സ്റ്റ്, രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാർ സബ് കളക്ടറായിരുന്നത് TH ബേബർ. രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാർ സബ് കളക്ടറായിരുന്നത് TH ബേബർ. നെക്സ്റ്റ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. നെക്സ്റ്റ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. നെക്സ്റ്റ്, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906. നെക്സ്റ്റ്, 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി.
അടുത്ത ക്വസ്റ്റ്യൻ, ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. 1893 ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഏതാണ്? വില്ലുവണ്ടി യാത്ര അല്ലെ, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. 1893 തന്നെയാണ് ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.